JEE മെയിൻ ഫേസ് 1 ജാനുവരി 23 ഷിഫ്റ്റ് 2 കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യാം. അതിൽ 12ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കിയാലോ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ അബൌട്ട് ഹാലോഫോം റിയാക്ഷൻ? നമുക്കറിയാം ചാപ്റ്റർ ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ്സിനകത്താണ് ഹാലോഫോം റിയാക്ഷനെ പറ്റി നമ്മൾ പറയുന്നത്. ഹാലോഫോം റിയാക്ഷൻ ഈ ഒരു എക്സാം ഷിഫ്റ്റിൽ 2ാമത്തെ ചോദ്യമാണ് ചോദിക്കുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരിയെന്നാണ് ചോദ്യം. നോക്കിയാലോ. സോഡിയം ഹൈപ്പോക്ലോറൈഡ് റിയാക്ട് വിത്ത് KI ടു ഗീവ് KOI. NaOI എന്ന് പറയുന്ന ആൾ KI ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ KOI ആവും എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് പെർഫെക്റ്റ്ലി ട്രൂ ആണ്. ഓക്കെ, അതായത് നമുക്ക് തന്നിരിക്കുന്നത് ഇതാണ്. സോഡിയം ഹൈപ്പോക്ലോറൈഡ് NaOCl റിയാക്ട് വിത്ത് KI. അപ്പോൾ എന്ത് വരും എന്നറിയോ? എന്ത് പറ്റും? ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു KOI. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പെർഫെക്റ്റ്ലി ട്രൂ ആണ്. ഇറ്റ്സ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. KOI ഈസ് എ റെഡ്യൂസിങ് ഏജൻറ്റ്. തെറ്റ്. റെഡ്യൂസിങ് ഏജൻ്റ് അല്ല. ഹാലോഫോം റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഇതിനെ ഓക്സിഡൈസ് ചെയ്തിട്ടാണ് എന്താക്കി മാറ്റുന്നത്? കാർബോക്സിലിക് ആസിഡിൻ്റെ സോൾട്ടായി മാറ്റുന്നത്. അപ്പോൾ ഇത് റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റാണ്. ഹാലോഫോം റിയാക്ഷൻ വഴി നടക്കുന്നത് എങ്ങനെയാണ്? ഹാലോഫോം റിയാക്ഷനകത്ത് ഫൈനൽ പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത് ഹാലോഫോമും കാർബോക്സിലിക് ആസിഡിൻ്റെ സോൾട്ടുമാണ്. അപ്പോൾ KOI എന്ന് പറഞ്ഞ റെഡ്യൂസിങ് ഏജൻ്റ് ആണോ? അല്ല. ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് മീഥൈൽ കീറ്റോൺ വിൽ ഗീവ് അയോഡോഫോം ടെസ്റ്റ്. നിങ്ങൾ നോക്കിയേ, ഹാലോഫോം ടെസ്റ്റ് കൊടുക്കുന്ന ആരാ? C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു CH3 വരണം, അല്ലെങ്കിൽ OH കണ്ടെയ്ൻ ചെയ്യുന്ന കാർബണിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു CH3 വരണം. ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഹാലോഫോം ടെസ്റ്റ് കൊടുക്കുക. C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പിൻ്റെ തൊട്ടപ്പുറത്ത് എന്തുണ്ട്? CH3 ഉണ്ട്. ഇയാൾക്ക് ഹാലോഫോം ടെസ്റ്റ് കൊടുക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല. അത് മാത്രമല്ല, ഹാലോഫോം ടെസ്റ്റ് ഒരിക്കലും മൾട്ടിപ്പിൾ ബോണ്ടിനെ അഫക്റ്റ് ചെയ്യുന്നുമില്ല. അപ്പോൾ ഇയാൾ ഹാലോഫോം ടെസ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് ട്രൂ ആ. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. അടുത്തത്, ഇനി ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ വിൽ നോട്ട് ഗീവ് അയോഡോഫോം ടെസ്റ്റ്. ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ വിൽ നോട്ട് ഗീവ് അയോഡോഫോം ടെസ്റ്റ്. നമുക്കൊന്ന് വരച്ച് നോക്കിയാലോ. ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ 4ാമത്തെ D ഓപ്ഷനിലുള്ള ആളാണ്. ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ നോക്കിയതാണ് ഈ കാറ്റഗറിയിൽ പെടുന്ന ആളല്ലേ. അപ്പോൾ അയാൾക്ക് ഹാലോഫോം ടെസ്റ്റ് കൊടുത്തൂടെ? ഇവിടെ പറയുന്ന അയോഡോഫോം ടെസ്റ്റ് കൊടുക്കൂലാണ്. ദാറ്റ് ഈസ് ഫോൾസ്. D ഫോൾസ് ആണ്. നമുക്ക് മനസ്സിലായി. D ഫോൾസ് ആണെങ്കിൽ ഏതൊക്കെ ശരിയെന്നാ ചോദ്യം. D ഫോൾസ് ആണെങ്കിൽ ഓപ്ഷൻ 4 നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, ഓപ്ഷൻ 4 ഒഴിവാക്കുന്നതോടുകൂടെ തന്നെ A എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്നുള്ള കാര്യം ഉറപ്പായി. കാരണം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിലും D ഓപ്ഷൻ തെറ്റാണെന്ന് കാണുമ്പോൾ തന്നെ A ഓപ്ഷൻ എല്ലാ ബാക്കിയുള്ള ഓപ്ഷനിലും ഉണ്ട്. A സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ A എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ക്ലിയർലി അറിയത്തില്ല എങ്കിലും ഈ ചോദ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അടുത്ത്, മെത്തനോയിക് ആസിഡ് വിൽ ഗീവ് പോസിറ്റീവ് അയോഡോഫോം ടെസ്റ്റ്. മെത്തനോയിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു കാർബോക്സിലിക് ആസിഡാണ്. കാർബോക്സിലിക് ആസിഡിനകത്ത് അവർ എന്ത് ചെയ്യില്ല, നമുക്ക് ഹാലോഫോം ടെസ്റ്റ് കൊടുക്കില്ല. വിൽ ഗീവ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഇറ്റ് വിൽ നോട്ട് ഗീവ് എന്ന് വേണം വരാൻ. സോ ദിസ് ഈസ് ഓൾസോ ഫോൾസ്. ഇവിടുത്തെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണ്? Aയും Cയും മാത്രമല്ലേ ഇവിടെ ശരിയായിട്ടുള്ളൂ. അപ്പോൾ ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ 3 ആയിരിക്കും വരിക. ഓൺലി A ആൻഡ് C ആർ കറക്റ്റ്. വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ശരിയല്ല. ചില ആൾക്കാർക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് A ശരിയാണോ തെറ്റാണോ എന്നുള്ള ഡൗട്ട് ഉണ്ടാകും. പക്ഷെ നോക്കുക, D എന്നുള്ള ഓപ്ഷൻ ഡെഫിനറ്റ്ലി ഫോൾസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. D ഫോൾസ് ആകുമ്പോൾ ഈ 4th സ്റ്റേറ്റ്മെൻറ്റ് ഒഴിവാക്കാം. ബാക്കി എല്ലാ ഓപ്ഷനിലും ആരുണ്ട്? A ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൂവബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ ചോദ്യം സെറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. നല്ല കാര്യമൊന്നും ഓർക്കുക.